എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ 3 ഷെയർസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിലേക്ക് ഉയർച്ച കാണിക്കാൻ സാധ്യതയുള്ള 3 ഷെയർസ്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതായത് ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ എങ്ങനെ പോകാം, എവിടെ നമുക്ക് അതിൻ്റെ റിസ്ക് പോയിന്റ് ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെ ആദ്യത്തെ സ്റ്റോക്ക് 74 രൂപ വിലയുള്ള ആദ്യത്തെ സ്റ്റോക്കാണ് രാജശ്രീ ഷുഗർ ആൻഡ് കെമിക്കൽസ്. നമുക്ക് ഈ ചാർട്ടിൽ കാണാം രാജശ്രീ ഷുഗർ ആൻഡ് കെമിക്കൽസ്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, ഇതിലെന്താണ് കാണുന്നത്, നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു. നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത ആ പോയിന്റ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് അത് ബ്രേക്ക് ചെയ്തു പോയി. വെറുതെ ബ്രേക്ക് ചെയ്തല്ലാതെ വിത്ത് വോളിയത്തോടു കൂടി കണ്ട് താഴെ വോളിയം പോയിൻ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വോളിയത്തോടുകൂടി അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഷെയർസാണ് അത്. ഇവിടെ വോളിയം കയറി, നല്ലൊരു ഗ്രീൻ ക്യാൻഡിലും കയറി. അതുകൂടാതെ ഒരു ചെറിയ ട്രെൻഡ് ലൈനും കൂടി ഇവിടെ നമ്മൾ വരച്ചു എടുത്താൽ ആ ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്തിട്ട് കണ്ട. ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ച് ആ ട്രെൻഡ് ലൈനും ഇവിടെ ബ്രേക്ക് ചെയ്ത്. അങ്ങനെ ഇവിടെ 2 കണ്ടീഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഒന്ന് ക്ലിയർ കട്ടായിട്ടുള്ള റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു. അങ്ങനെ 2 കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. വിത്ത് വോളിയം ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു 6 മാസത്തിനുള്ളിൽ ഇത്രയും വോളിയം ഇതേവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത്രയും വോളിയം ഈ 6 മാസത്തിനുള്ളിലൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബൈ സൈഡ് ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് വിത്ത് വോളിയത്തോടു കൂടി ഈ ഷെയർ ഇത്രയും കയറി നിൽക്കുന്നത്. നമ്മളെ റിസ്ക് പോയിൻ്റ് ഉണ്ട്. ഇതിലൊരു റിസ്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 2 ടൈപ്പിൽ നമുക്ക് റിസ്ക് പോയിൻ്റ് ഇതിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ റിസ്ക് പോയിൻ്റ് ഈ റേഞ്ചിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഏകദേശം 62 റേഞ്ചിൽ, അതായത് കയറിപ്പോയ ആ റേഞ്ച് ഇവിടെ നമുക്കൊരു നല്ല സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു 62, 61 റേഞ്ച് അവിടെ നമുക്ക് ഒരു SL ക്രിയേറ്റ് ചെയ്യാം ഇതിൽ. അതുകൂടാതെ മേജർ പോയിൻ്റ്, മേജർ SL പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ റേഞ്ചിലാണ്. ഈ പോയിൻ്റ് എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്ത പോയിൻ്റാണ്. 3 പ്രാവശ്യം ഇവിടെ 1, 2, ഇവിടെ 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യം ടച്ച് ചെയ്ത പോയിൻ്റ് നമുക്ക് ഇവിടെ ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. അതും നമുക്ക് വേണമെങ്കിൽ റിസ്ക് കൂടുതലുള്ളവർക്ക് അതിടാം. ഒരു 55, 54 അങ്ങനെ ഈ 2 രീതിയിലും നമുക്കൊരു റിസ്ക് ഏരിയ ഫിക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ 2 രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിലൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം ഒരു 90 റേഞ്ച് വരെയെങ്കിലും ഇത് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. വിത്ത് ചാർട്ട് പാറ്റേൺ കണ്ടിട്ട് നമുക്ക് വിത്ത് വോളിയവും പ്ലസ് ചാർട്ട് പാറ്റേൺ കണ്ടിട്ട് ഏകദേശം ഒരു 90എങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് രാജശ്രീ ഷുഗർ ആൻഡ് കെമിക്കൽസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ഷെയർ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷനാണ്, HCC. നമ്മുടെ ചാർട്ടിൽ ഇതിൻ്റെ ഗ്രാഫ് പാറ്റേൺ കാണുന്നതാണ്. വിത്ത് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്യാൻഡിൽ വിത്ത് വോളിയത്തോടുകൂടി നല്ലൊരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. വിത്ത് പ്ലസ് നമ്മൾ ഇവിടുത്തെ ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്യാൻഡിൽ നല്ല വോളിയത്തോടുകൂടി കയറി. മൂന്നാമത്തേന്ന് വെച്ചാൽ ലാസ്റ്റ് ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ കുറച്ച് വോളിയം ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നല്ല ബൈയിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ 3 കണ്ടീഷൻസാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇത്രയും കണ്ടീഷൻ ഇവിടെ വന്നാൽ എങ്കിൽ കൂടിയും ഇത് നമ്മൾ ശരിക്കും പറയേണ്ട ഇതൊരു ഓടിക്കൊണ്ടിരിക്കുന്ന
ട്രെയിനാണ്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നമ്മൾ ഓടിച്ചെന്ന് ചാടി കയറേണ്ട കാര്യമില്ല. കാരണം ഈ ഷെയർ പോയത് നോക്കിയാൽ നമ്മൾ ഈ റേഞ്ചിലാണ്, ഏകദേശം 31 റേഞ്ച്. ഈ 31 റേഞ്ചിൽ നിന്നാണ് ഇപ്പോൾ ഇത് 47ലേക്ക് വന്ന് നിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ട്രേഡേഴ്സ്. 47, അതായത് ഒരു 16 പോയിൻറ്റ് പ്ലസ് 16 പോയിൻറ്റ് ഇത് മൂവ് ചെയ്ത് നിൽക്കും. 16 പോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ 50% അല്ല 50% ഈ സ്റ്റോക്ക് ഇപ്പോൾ മൂവ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ 50% മൂവ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോക്കിൽ ചെറിയൊരു കറക്ഷന് ചിലപ്പോൾ ഇത് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു 5-6 രൂപ കയറിയേക്കാം. പക്ഷേ എങ്കിൽ പോലും ഇത്രയും മൂവ് ചെയ്തുകൊണ്ട് ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് ഇതിൽ സംഭവിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. അതായത് നമ്മൾ വെയിറ്റ് ലിസ്റ്റിൽ ഇടുക, അല്ലെങ്കിൽ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് വാച്ച് ചെയ്തിടുക. നമുക്കൊരു പർട്ടിക്കുലർ കണ്ടീഷൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലെവൽ വന്നാൽ മാത്രമേ ഇങ്ങനത്തെ ഷെയർ ബൈ ചെയ്യാൻ. അല്ലാണ്ട് ഓടിച്ചെന്നിട്ട് ഒരിക്കലും ബൈ ചെയ്യുന്നത് ഇതിലൊരു അഭികാമ്യമല്ല കാര്യമുള്ള. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുക. നമ്മൾ അല്ല മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് ഒരു 5-6% ചിലപ്പോൾ കിട്ടിക്കൂടായില്ല. പക്ഷേ എങ്കിൽ പോലും റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഇത്രയും കയറുന്നില്ല. കണ്ട നമുക്ക് ചാർട്ട് പാറ്റേൺ കാണാം. എത്ര ട്രേഡിംഗ് ദിവസം? 1, 2, 3 ഒരു 4 ട്രേഡിംഗ് ദിവസങ്ങൾ കൊണ്ടാണ് 50% എന്ന ഗുഡ് പ്രോഫിറ്റ്, വലിയൊരു പ്രോഫിറ്റ് 4 ദിവസം കൊണ്ടൊക്കെ 50% പ്രോഫിറ്റ് നേടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രോഫിറ്റാണ്. അപ്പോൾ അത്രയും പ്രോഫിറ്റ് നേടി നിൽക്കുന്ന ഷെയറാണ്. അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഏകദേശം ഒരു 42 ഇപ്പോൾ ഒരു സപ്പോർട്ട്, മിക്കവാറും ചിലപ്പോൾ ഒരു 42 ഒരു പുൾ ബാക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 45, 42, 40 റേഞ്ചിൽ വരുമ്പോൾ ഒരു ബൈ എൻട്രിക്ക് നമുക്ക് ഇടാവുന്നതാണ്. ഏകദേശം 45, 42 ആ റേഞ്ചിലേക്ക് വന്നാൽ നമുക്ക് ഇതൊരു ബൈ എൻട്രി എടുക്കാൻ. പക്ഷേ ഇതിൽ ബൈ എൻട്രി എടുത്താലും നമുക്ക് ഒരു വൈഡ് റേഞ്ച് SL ആണ് ഇതിൽ വരുന്നത്. കാരണം ഇതാണ് ഇതിൻ്റെ മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ റേഞ്ചാണ് മേജർ സപ്പോർട്ട് സോൺ. ആ സപ്പോർട്ട് സോണിലാണ് നമ്മൾ SL ക്രിയേറ്റ്. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് സപ്പോർട്ട് സോൺ ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഈ റേഞ്ചിലാണ് സപ്പോർട്ട് സോൺ. ഏകദേശം 30 റേഞ്ചിലാണ് നമുക്കൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണുന്നത്. 30 റേഞ്ച് ഇതിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി സപ്പോസ് ഇതിൽ മറ്റൊരു കണ്ടീഷൻ, ഇതിലൊരു കുറച്ച് ഒരു 6% ഇത് കയറുകയാണെങ്കിൽ പിന്നെ ഒരു പുൾ ബാക്ക് സംഭവിക്കുമ്പോൾ ഈ റേഞ്ച് ആയിരിക്കും സപ്പോർട്ട് സോണായിട്ട് എടുക്കുക. അത് പ്രത്യേകം ഓർക്കണം. ഇത് രണ്ടും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏകദേശം 44 സപ്പോർട്ടായിട്ട് എടുക്കും. കുറച്ചും കൂടി കയറിയിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ ഇതായിരിക്കും സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ 2 റേഞ്ചാണ് നമ്മൾ ഇൻട്രാഡ റേഞ്ചിൽ വരുമ്പോൾ, ഇൻട്രാഡ കാറ്റഗറി വരുമ്പോൾ സപ്പോർട്ട് സോണായിട്ട് എടുക്കേണ്ട ഏരിയകൾ. ഇനി നമുക്ക് അടുത്ത വീക്കിലി ക്യാൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതിൻ്റെ. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ക്യാൻഡിലിൻ്റെ. വീക്കിലി ക്യാൻഡിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് ആ വരച്ച സപ്പോർട്ട് മെയിൻ ലാസ്റ്റ് വരച്ച സപ്പോർട്ട് സോൺ തന്നെയാണ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളത് നമ്മൾ മന്ത്ലി ക്യാൻഡിലാണ്. മന്ത്ലി എടുത്ത നമ്മൾ ചാർട്ടാണ്. മന്ത്ലി എടുത്ത ചാർട്ടിൽ നമുക്ക് നോക്കിയാലാണ് ഇവിടെ കൃത്യമായ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇവിടെ നോക്കിയാൽ കണ്ട ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഇവിടെ 2, ഇവിടെ 3, ഈ 3 പ്രാവശ്യം ഇത് ടച്ച് ചെയ്യാൻ നോക്കി. ജസ്റ്റ് ഒന്ന് അത്ര കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും താഴേക്ക് വന്നത് ഒന്ന് നോക്കിയാൽ ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സൊക്കെ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, അത് നേരെ സപ്പോർട്ട് എടുത്തു. പിന്നെയാണ് മന്ത്ലി ക്യാൻഡിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് ലോങ് ടേം വ്യൂയിലേക്ക് ഉള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ നല്ല ഏരിയ, ആദ്യം പറഞ്ഞ ആ സപ്പോർട്ട് സോൺ, അതായത് 30-29 റേഞ്ചിലുള്ള ആ സപ്പോർട്ട് സോണിൽ SL വെച്ചിട്ട് 30-29 SL ക്രിയേറ്റ് ഇത് ലോങ് ടേം വ്യൂയിലേക്ക് ഉള്ളവർക്ക് ഇത് കയ്യിൽ വയ്ക്കാവുന്നതാണ്. നമ്മളീ പറഞ്ഞ റേഞ്ചിൽ ഒരു ബൈ എൻട്രി വരുമ്പോൾ വയ്ക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണിത്. കാരണം ചാർട്ട് പാറ്റേൺ കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഷെയറാണ് ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ്.
അപ്പോൾ ഇതാണ് ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ചാർട്ട്. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് നമുക്ക് ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് കുറേ നാൾ ട്രേഡ് ചെയ്തുകൊണ്ട ഈ റേഞ്ചിൽ കൃത്യ ഈ റേഞ്ചിൻ്റെ പ്രത്യേകത ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയത്തോടുകൂടി. അതുകൂടാതെ ഈ റേഞ്ച് അതായത് 280 ഏകദേശം 230 റേഞ്ച്, ഇവിടെ 280 ഇവിടെ 230 ഈ 50 രൂപ പോയിന്റിലാണ് ഏകദേശം ഒരു 6-7 മാസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഏരിയ ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തത്. കണ്ട വിത്ത് വോളിയം ഉണ്ട്. കണ്ട ഈ ദിവസങ്ങളിൽ കുറച്ച് വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വോളിയത്തോടു കൂടിയാണ് ഇത് ബ്രേക്ക് ചെയ്തത്. ഇൻട്രാഡേ വ്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയുമാണ് ഇതിൽ കാണാൻ കഴിയുന്ന വസ്തുത. നമുക്കിതിൻ്റെ വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. വീക്കിലിയും നമുക്ക് ഇത് തന്നെ കാണാൻ കഴിയുന്ന വസ്തുത. പക്ഷേ നമുക്കിതിലൊരു ബൈ എൻട്രി ഇപ്പോൾ വന്നിട്ടില്ല. അത് പ്രത്യേകം അത് മനസ്സിലാവാനായിട്ട് ബൈ എൻട്രി വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മന്ത്ലി ക്യാൻഡിൽ എടുക്കുന്നു. മന്ത്ലി ക്യാൻഡിൽ എടുക്കുമ്പോൾ ഒരു 300 റേഞ്ച് 297 ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 300 റേഞ്ചിന് മുകളിൽ പോയാൽ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ. 300-ന് മുകളിൽ ക്ലോസ് ആയാൽ 300-ന് മുകളിൽ ക്ലോസ് ആയാലാണ് നമുക്കൊരു ബൈ എൻട്രി ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉള്ളത് കൊണ്ട് 300-ന് മുകളിൽ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഈസി ബൈ എൻട്രി ഇതിൽ എടുക്കാവുന്നതാണ്. നമുക്ക് SL ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ 300-ന് മുകളിലാകുമ്പോൾ നമുക്കൊരു 250 SL വയ്ക്കുക. കാരണം എന്തുകൊണ്ടാണ് 250 SL വയ്ക്കുക എന്ന് വെച്ചാൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടുത്തെ ഇൻട്രാഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസ് ഇവിടെ 300 മുകളിൽ ക്ലോസ്. സപ്പോസ് അത്രയും റിസ്ക് എടുത്താൽ മതി, ചെറിയ റിസ്ക് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ റേഞ്ചിലാണ് നമുക്ക് SL ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയ. 280 റേഞ്ചിൽ 300 മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബൈ എൻട്രി 280 നമുക്ക് SL ക്രിയേറ്റ് ചെയ്യും. ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ആ ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രം ഇട്ടാൽ മതി നമുക്കിത്. ഇനി ഒരു ലോങ് ടേം വ്യൂയിലേക്കുള്ള ഒരു ആളാണെന്ന് വിചാരിച്ചു. ലോങ് ടേം വ്യൂവിൽ ഉള്ള ആളാണെങ്കിൽ 300-ന് മുകളിലും ഒരു മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് സംഭവിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. 300-ന് മുകളിൽ ലോങ് ടേം വ്യൂയിലേക്ക് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഷോർട്ട് ടേം വ്യൂയിലാണ്. ഇനി 300-ന് മുകളിൽ മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചാണ്. ഈ റേഞ്ച് ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്, അതായത് 219 220. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണാണ്, ഇവിടെ അത് സപ്പോർട്ട് സോണായിട്ട് മാറി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോങ് ടേം വ്യൂയിലേക്കാണെങ്കിൽ ഒരു 220 SL ക്രിയേറ്റ് ചെയ്യുക. കാരണം 220 നല്ല ഗുഡ് സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. 220 സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇതിൽ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നല്ല വ്യക്തമായ ചാർട്ട് പാറ്റേൺ. കാരണം ഓരോ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് അതൊരു സപ്പോർട്ട് എടുത്ത് പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് പിന്നെ ഒരു ചെറിയ കൺസോളിഡേഷൻ ക്രിയേറ്റ് അങ്ങനെ പോകുന്ന ചാർട്ട് പാറ്റേൺ ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് വീണ്ടും ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് നടന്നു. അങ്ങനെ പോകുന്ന ഒരു സപ്പോർട്ട് പോയിന്റിലൊക്കെ ഇവിടെ റെസിസ്റ്റൻസിൽ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, ഇവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് അങ്ങനെ നല്ലൊരു ചാർട്ട് പാറ്റേൺ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ 220 ലോങ് ടേം വ്യൂയിൽക്കാർക്ക് 220 SL ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിതൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇത്ര റേഞ്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്, അത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. അല്ലാണ്ട് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ ബ്രോക്കറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ ഒരു തീരുമാനത്തിലെത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.